ഗായ്സ് അറേബ്യൻ സ്റ്റൈലാണ് കഴിക്കുന്നത്. അല്ല ഫ്രണ്ട്സ്, ഇൻട്രോ പറയാത്തൊരു വീഡിയോ ആണിത്. ഇന്ന് നമ്മുടെ അർജുൻ മാമന്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. അർജുൻ മാമൻ ഇവിടെ ഉണ്ട്. അപ്പം ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു ഗായ്സ്. ഗായ്സ് അല്ല അർജുൻ. അപ്പൊ ഇന്ന് അർജുമാന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ബിരിയാണിന്റെ മണമൊക്കെ വന്നു. ബിരിയാണി ഇപ്പഴാണ് കണ്ടത്. ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ട് ഗായ്സ്. ബിരിയാണി നമ്മള് അറേബ്യൻ സ്റ്റൈലാണ് കഴിക്കുന്നത്. അല്ല മഞ്ഞ, അതെ ബിരിയാണിയുടെ അതേ കളറാണ് ഷർട്ടിനും. വാ മഞ്ഞൾ ബർത്ത്ഡേ, മഞ്ഞൾ കല്യാണം പറയുന്നത്. പപ്പയാണ് കേട്ടോ, പപ്പയാണ് ഉണ്ടാക്കിയേക്കണത്. പപ്പയാണ് ബിരിയാണിയുടെ സ്വന്തം ആള്. കഴിക്കല്ലേ? പ്ലേറ്റ് എടുത്തോണ്ടോ? കളറിന് വേണ്ടി പ്രത്യേകിച്ച് മഞ്ഞപ്പൊടി കൂട്ടി. യമോക്ക് പനി മാറിയിട്ടില്ല കേട്ടോ. യമോളിപ്പോ കഞ്ഞി കുടിച്ചതേ ഉള്ളൂ. വിളമ്പാണ് അറിയാന്നൊക്കെ നോക്കട്ടെ. ഹലോ, ആ ബ്രോ, ഫുഡ് சாப்பிட்டு இருக்கேன், சாப்பிட போறேன். ഇന്ന് എന്നോട് ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് എന്നോട് ബർത്ത്ഡേ. പുഴയെ കുളിക്കാൻ പോയപ്പോ പരിചയപ്പെട്ടു. ഇതുപോലെ സ്റ്റോറി താങ്ക് യു. ഞങ്ങൾ ബിരിയാണി, സ്പെഷ്യൽ ബിരിയാണി സാപ്പിട്ടിട്ട്. അപ്പം ഞാൻ ഫുഡ് കഴിക്കാണ്. ഓക്കെ, ഗുഡ്. ഒരു ജെല്ലിക്കെട്ടിന്റെ ആൾക്കാരാണ് ഇങ്ങനെ പിടിക്കണേ. ഭയങ്കര ഒരു ടീമാ. ജെല്ലിക്കെട്ട് തുടങ്ങാൻ വിളിക്കാം. കാളെ അല്ലേ? അതിനെ ജെല്ലിക്കെട്ട് எப்படி இருக்குங்க? സൂപ്പറാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു ഗൈസ്. അപ്പം ഞങ്ങൾക്ക് മാമൻ്റെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അർജുമാമൻ പുറത്തങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യണം. പിന്നെ അർജുമാമൻ്റെ ഫ്രണ്ട്സിനൊപ്പം പോകുമെന്ന് അറിയില്ല. അപ്പം പോയിട്ടില്ലെങ്കിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം ഗൈസ്. ഫ്രണ്ട്സ്, ഞങ്ങൾ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിന് ഞങ്ങൾക്ക് പാനിപ്പൂരി ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. പാനിപ്പൂരിന്റെ മസാല മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കേക്ക് കട്ട് ചെയ്തിട്ട് ഇത് നോക്കണോ? അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യണോ? ഇത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാം. ഉള്ളിന്നൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ അതിൻ്റെ മീട്ട പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാനിപ്പൂരിയിൽ മുക്കണൊരു പാനി ഉണ്ടല്ലോ, സാധനം അവിടെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാനിപ്പൂരി എന്ന് പറയുന്നത് ഇതാ പാനി ഇതാ വാങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ പപ്പടം വാങ്ങി. ഇനി ഇത് വറുത്തെടുക്കണം എണ്ണയിൽ വറുത്ത് കോരിയിട്ട് പിന്നെ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് പാനിപ്പൂരി കഴിക്കും. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിരിക്കുകയാണ്. എൻ്റെ സൗണ്ടിനൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ചുമയായിരുന്നു, പനിയായിരുന്നു, ഒക്കെ മാറി വരികയാണ്. അപ്പം സൗണ്ടിന് ഇത്രയും കൂടി സൗണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ വന്നതാണ് സൗണ്ട്. അപ്പോൾ നമ്മൾ മസാല റെഡിയാണ് കേട്ടോ പാനിപ്പൂരിക്ക് വേണ്ട. ഇനി നമുക്ക് പാനിപ്പൂരി നമുക്ക് ചുട്ടെടുക്കണം, പൊരിച്ചെടുക്കണം. പൂരി എങ്ങനെ നമ്മുടെ എണ്ണയ്ക്കകത്തോട്ടിട്ട് വറുത്ത് പോരുകയാണ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ കേട്ടോ. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എന്താ പറയുക, അവർ ഏത് വെള്ളം ഉപയോഗിക്കണേന്നൊന്നും അറിയില്ലല്ലോ. അപ്പം നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നല്ല നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നല്ല എണ്ണയിൽ. ഇത് ശരിക്കും 1 കിലോൻ്റെ പാക്കറ്റാണ്. 1 കിലോൻ്റെ പാക്കറ്റിന് 130 രൂപയാണ്. പക്ഷേ ലൂസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാമിന് 10 രൂപ വരും. അപ്പോൾ കിലോയ്ക്ക് 100 ഗ്രാമിന് 20 രൂപ വരും. അപ്പോൾ കിലോയ്ക്ക് 200 രൂപ വരും. അപ്പോൾ അതിങ്ങനെ വാങ്ങുന്നത് നല്ലത്. ഇതിപ്പോൾ ശരിക്ക് ഈ ഒരു പാക്കറ്റ് മൊത്തം ഉണ്ടാക്കുകയാണെങ്കിൽ മിനിമം 1000 എണ്ണെങ്കിലും ഉണ്ടാവും അല്ലേ? 1000 എണ്ണെങ്കിലും ഉണ്ടാവും.
100 ഗ്രാം വാങ്ങിയാൽ തന്നെ ഒരുപാടുണ്ട്, ഒരു 10-100 ഉണ്ടാവും. നമ്മളീ പുറത്തുനിന്നൊക്കെ ഈ ഹിന്ദിക്കാരൊക്കെ ഉണ്ടാക്കണ അല്ല അവിടെ ഇങ്ങനെ വിൽക്കാനൊക്കെ വെക്കുമ്പോ നമുക്കൊരു ആകർഷണമാണല്ലോ. നമുക്ക് അങ്ങോട്ട് പാനിപ്പൂരി, പക്ഷെ അവർ ഏത് തരത്തിലുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ കുറച്ച് എണ്ണ മതി. ഈ ഒരു കുറച്ച് എണ്ണയിൽ ഇതൊക്കെ ഉണ്ടാക്കിയാലും ബാക്കി ഉണ്ടാവുള്ളൂ. എണ്ണ റെഡി ഫ്രണ്ട്സ്. പാനിപ്പൂരി എല്ലാം റെഡിയായി. നമുക്ക് നടുക്കൊരു ഓട്ട കുത്തിയിട്ട് മിക്സ്ചർ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ബർത്ത്ഡേ ബോയിനെ കാണാനല്ല, പക്ഷെ ഞങ്ങൾ ഇവിടെ തുടങ്ങി കഴിഞ്ഞു. ഒരഭിപ്രായം പറയുന്നേ സ്വീറ്റ് ആട്ടോ ഉണ്ടാക്കിയത്. സ്വീറ്റ് ഉണ്ടാക്കിയ നമ്മൾ ഫുൾ സ്വീറ്റ് അല്ലേ ഉണ്ടാക്കിയുള്ളൂ. ഞാൻ മറ്റേ ഉണ്ടാക്കലുണ്ട്. എനിക്ക് മറ്റേത് ഇഷ്ടം. രണ്ടും കൂടെ ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് മാത്രമാക്കി. ഇപ്പം ഇത് കഴിഞ്ഞ് കേക്ക് കട്ടിങ് ഉണ്ട്. അപ്പോൾ പിന്നെ രണ്ടും തിന്നണമല്ലോ. അതുകൊണ്ട് പിന്നെ ഇത് പെട്ടെന്നാക്കി. ഇതിപ്പോൾ ദിയമോൾ ആഗ്രഹത്തിനാണ്. ഫ്രണ്ട്സ്, ക്യാമറാമാൻമാർ സ്ഥിരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നമ്മൾ ഷൂട്ട് ചെയ്യും, പക്ഷെ നമുക്കൊരു സാധനം കിട്ടില്ല, പ്രത്യേകിച്ച് ഫുഡിൻ്റെ. അപ്പം എനിക്ക് ഒരെണ്ണം കിട്ടി. കൊള്ളാം. അർജുമാവനതാ പാനിപൂരി കഴിക്കുകയാണ്, ട്രൈ ചെയ്യാണ്. എപ്പോഴും സത്യസന്ധമായിട്ട് ഉത്തരങ്ങൾ പറയണം. മറ്റേ പാനിപൂരി റോഡ് സൈഡിൽ അതിനെ കാട്ടി നല്ല രസമുണ്ട്. കണ്ടതിനെ കഴിക്കാൻ വേണ്ടി തെറ്റല്ലത്. ഞാൻ കഴിക്കണേ പാനിപൂരി. തമ്പാക്കും മറ്റേ പൂതി പാനിപ്പൂരി പിന്നെ അമ്മമാരടുത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കേക്ക് ഞാൻ അല്ലെങ്കിലും ദേവം ചെയ്യാണ്. കേക്ക് ഉണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്ത് നടുക്ക്. ഫ്രണ്ട്സ്, ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഫുഡിന് മുമ്പ് കട്ട് ചെയ്ത് നല്ലതെന്ന് തോന്നി. മോമോസോ അടിന്ന് വലിച്ചോ? ആ, അത് ഞാൻ കൊണ്ടുവന്നപ്പോ ഷെയ്ക്കായി മൊമോസ് ആയതാവും. ഞാൻ പറഞ്ഞിരുന്നു അർജുന്റെ ബർത്ത്ഡേ ആണ്, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വെക്കണം പറഞ്ഞു. അപ്പൊ ആ ഡിസൈനാണത്. എന്താ സംഭവം? അപ്പൊ കട്ട് ചെയ്താലോ? എല്ലാരും പാട്ട് പാടിക്കോളൂ. ആഹ്ലാദിക്കും സൈഡിന്ന് അങ്ങനെ അർജുന്റെ ജന്മദിനം പറയുന്നില്ല. എന്തായാലും എന്നെക്കാളേതാണ് 6 വയസ്സിന് ചേട്ടൻ്റെ 9 വയസ്സുള്ള ചേട്ടൻ 1 വയസ്സ് വ്യത്യാസമുണ്ടോ? അപ്പൊ 8 വയസ്സ്. 8 അപ്പൊ എല്ലാവരുടെയും വിചാരം എന്റെ മൂത്തതാണ്, മാമ മാമ എന്ന് വിളിക്കുന്നോണ്ട്. അല്ല, ഇനി കുഴപ്പമില്ല. 29 എത്ര വയസ്സില് മാമ വിളിക്കണം? ഇനി 29 വയസ്സായി മാമ വിളിച്ചു.
ഓ ഈ പുണ്യമള വയസ്സ് വെളിപ്പെട്ടിരിക്കുന്നു. നമ്മളൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ കട്ടിയുള്ളൂ. മോഹൻലാലൊക്കെ എങ്ങനെ അറിയോ? അതെ ഇവർക്കൊക്കെ എന്നും ബർത്ത്ഡേ ഉണ്ടാവും. അധികം ഇഷ്ടണ്ടാവില്ല. ബട്ടർ സ്കോച്ച് ആണ് പറഞ്ഞത്. പറയൂ. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ അർച്ചനാവിന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. താങ്ക് യു. നമ്മളത് 3-4 പറഞ്ഞോ ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ഇന്നലെ പറയാൻ പറ്റും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ അർച്ചനാവിന്റെ ഒരു കൊച്ചു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ വിഷ് ചെയ്ത എല്ലാവർക്കും നന്ദി ചെന്ന് പറയണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊന്നും എല്ലാവർക്കും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇപ്പോഴും വീണ്ടും വരുന്നതായിരിക്കും. അതൊക്കെ എല്ലാവർക്കും ആ 2 ഡാൻസ് സ്റ്റെപ്പ് ഇട്ടോ വെറുതെ.